This video is sponsored by Moat. 1984 ഏപ്രിൽ 1 തമിഴ്നാട്ടിലെ മദ്രാസിൽ മുരളിയുടെയും ലക്ഷ്മിയുടെയും മകനായി വിജയ് ജനിച്ചു. 17-ാം വയസ്സിൽ കോളേജ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ അദ്ദേഹം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഭരത് അരുൺ അദ്ദേഹത്തെ സ്കൗട്ട് ചെയ്തു. 2004-05 സി. കെ. നായിഡു ട്രോഫിക്കായി തമിഴ്നാട് അണ്ടർ-22 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയ് ഇന്നിംഗ്സ് തുറന്ന 6 മത്സരങ്ങളിൽ നിന്ന് 26.45 ശരാശരി നേടി. 2005-06 സി. കെ. നായിഡു ട്രോഫിക്കായി അണ്ടർ-22 ടീമിനെ പ്രതിനിധീകരിക്കാൻ അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുത്തു. 3 മത്സരങ്ങളിൽ നിന്ന് 26.50 ശരാശരി നേടി. അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ 2006 ഫെബ്രുവരിയിൽ രഞ്ജി ഏകദിന ട്രോഫിക്കായി തമിഴ്നാട് സീനിയർ ടീമിലേക്ക് വിജയ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഫെബ്രുവരി 16 കർണാടകയ്ക്കെതിരായ ടൂർണമെന്റിന്റെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ സീനിയർ ക്രിക്കറ്റ് അരങ്ങേറ്റത്തിൽ 17 റൺസ് നേടി. തന്റെ രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹം 38 റൺസ് നേടി. അത് റെയിൽവേസിനോട് ക്വാർട്ടർ ഫൈനൽ തോൽവിയായിരുന്നു. 2006-07 രഞ്ജി ട്രോഫിയിൽ തമിഴ്നാടിനു വേണ്ടി വിജയ് തന്റെ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം നടത്തി. ഡൽഹിക്കെതിരായ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റത്തിൽ അദ്ദേഹം ഒരു അർദ്ധശതകം നേടി. 2 സെഞ്ചുറികൾ ഉൾപ്പെടെ 52-ൽ കൂടുതൽ ശരാശരിയിൽ 628 റൺസ് അദ്ദേഹം നേടി. കൂടാതെ തന്റെ അരങ്ങേറ്റ സീസണിൽ ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന 3ാമത്തെ റൺ വേട്ടക്കാരനായി ഫിനിഷ് ചെയ്തു. 2006-07 രഞ്ജി ഏകദിന ട്രോഫിയിൽ അദ്ദേഹം മികച്ച ഫോം തുടർന്നു. 7 മത്സരങ്ങളിൽ നിന്ന് 39.57 ശരാശരിയിൽ 277 റൺസ് നേടി. 112 എന്ന ഉയർന്ന സ്കോർ നേടി. 2007-08 രഞ്ജി ട്രോഫിയിൽ തമിഴ്നാടിനായി 7 മത്സരങ്ങളിലും വിജയ് കളിച്ചു. 58-ൽ കൂടുതൽ ശരാശരിയിൽ 582 റൺസ് നേടി. സൗരാഷ്ട്രയ്ക്കെതിരായ 230 എന്ന ഉയർന്ന സ്കോർ ഉൾപ്പെടെ 2 സെഞ്ചുറികൾ അദ്ദേഹത്തിന്റെ സീസണിൽ ഉൾപ്പെടുന്നു. ആ സീസണിൽ അഭിനവ് മുകുന്ദിനൊപ്പം ആദ്യ വിക്കറ്റിൽ 462 റൺസിന്റെ കൂട്ടുകെട്ടും അദ്ദേഹം സൃഷ്ടിച്ചു. ഇത് ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് റെക്കോർഡായ 464 റൺസിന് 2 റൺസ് അകലെയായിരുന്നു. രഞ്ജി ട്രോഫിയിലെ പ്രകടനത്തിന്റെ പിൻബലത്തിൽ ദുലീപ് ട്രോഫിക്കായി മത്സരിച്ച ദക്ഷിണ മേഖലാ ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. നോർത്ത് സോണിനെതിരായ ടീമിന്റെ അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ 0-ഉം രണ്ടാം മത്സരത്തിൽ 39 റൺസും നേടി. ഈസ്റ്റ് സോണിനെതിരായ പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിൽ സമാനമായ ഒരു പ്രകടനം കാഴ്ചവച്ചു. ആദ്യ ഇന്നിംഗ്സിൽ 46 റൺസും രണ്ടാം മത്സരത്തിൽ ഓപ്പണറായി ബാറ്റ് ചെയ്യുമ്പോൾ 0-ഉം നേടി. 2007-08 വിജയ് ഹസാരെ ട്രോഫിയിൽ വിജയ് 7 മത്സരങ്ങളിൽ കളിച്ചു. ഹൈദരാബാദിനും ആന്ധ്രയ്ക്കുമെതിരെ തുടർച്ചയായി സെഞ്ചുറികൾ നേടി. 300-ൽ അധികം റൺസ് നേടി. 2008 നവംബറിൽ ഓസ്ട്രേലിയ ഇന്ത്യയിൽ പര്യടനം നടത്തിയപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 4ാം ടെസ്റ്റിനായി വിജയ് ഇന്ത്യൻ ടീമിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 25 പരമ്പരയിലെ മുൻ മത്സരത്തിൽ ഷെയ്ൻ വാട്സനെ കൈമുട്ടുകൊണ്ട് ഇടിച്ചതിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ (ICC) ഒരു മത്സരവിലക്ക് ഏർപ്പെടുത്തിയ സ്ഥിരം ഓപ്പണർ ഗൗതം ഗംഭീറിന് പകരക്കാരനായി നാഗ്പൂരിൽ വെച്ചാണ് വിജയ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. ആ സമയത്ത് അദ്ദേഹം ഒരു രഞ്ജി ട്രോഫി മത്സരത്തിൽ കളിക്കുകയായിരുന്നു. ടെസ്റ്റ് അരങ്ങേറ്റത്തിന് മധ്യത്തിൽ വിളിക്കപ്പെട്ടു. വീരേന്ദർ സെവാഗിനൊപ്പം യഥാക്രമം 98-ഉം 116-ഉം റൺസ് നേടി ഓപ്പണിംഗ് കൂട്ടുകെട്ടുകൾക്ക് അദ്ദേഹം സംഭാവന നൽകി. ഓസ്ട്രേലിയയുടെ ഇന്നിംഗ്സിൽ മാത്യു ഹെയ്ഡനെയും മൈക്കൽ ഹസിയെയും റൺ ഔട്ടാക്കുകയും ഹർഭജൻ സിംഗിന്റെ പന്തിൽ ബ്രെറ്റ് ലീയെ പിടികൂടുകയും ചെയ്തു. ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്റെ ആദ്യ ക്യാച്ച് അദ്ദേഹം എടുത്തു. 2010 ഫെബ്രുവരി 27 അഹമ്മദാബാദിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ വിജയ് ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചു. 16 പന്തിൽ നിന്ന് 25 റൺസ് നേടി. സിംബാബ്വേയിൽ നടന്ന ത്രിരാഷ്ട്ര ടൂർണമെന്റിലൂടെയാണ് അദ്ദേഹം പരമ്പരയിൽ അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ 3 മത്സരങ്ങളിൽ നിന്ന് വെറും 46 റൺസ് മാത്രം നേടിയെങ്കിലും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. സിംബാബ്വേയിൽ മോശം പരമ്പര നേടിയെങ്കിലും 2010-ലെ ICC T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന്റെ മുൻ പ്രകടനങ്ങൾ മതിയായിരുന്നു. 4 മത്സരങ്ങളിൽ നിന്ന് 15-ൽ താഴെ ശരാശരിയിൽ 57 റൺസ് മാത്രം നേടിയ വിജയ് മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2010 ഓഗസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരായ എവേ പരമ്പരയിൽ റിസർവ് ഓപ്പണറായി വിജയ് തിരഞ്ഞെടുക്കപ്പെട്ടു. 99 റൺസ് നേടി. തമിഴ്നാട് ടീമിലെ സഹതാരം ദിനേശ് കാർത്തിക്കിനെ നേരത്തെ വിവാഹം കഴിച്ച നികിത വഞ്ചാരയെ വിജയ് വിവാഹം കഴിച്ചു. ദമ്പതികൾക്ക് 2 ആൺമക്കളും ഒരു മകളുമുണ്ട്.